Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കൊഴുക്കട്ട അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കൊഴുക്കട്ട ഇഷ്ടപ്പെടാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് പൊടി വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് മുന്തി നിൽക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ട് തിളക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പൊടി എന്ന അളവിലാണ് എനിക്ക് പാകമായിട്ട് വരുന്നത്. അപ്പോൾ ചില പൊടികൾക്ക് 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പൊടി പാകമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ഡോ ആക്കിയിട്ട് മാറ്റാം. ചൂട് ഫുള്ളായിട്ട് പോവരുത്. കുറച്ച് ചൂടോട് കൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് വിടാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളായിട്ട് മെൽറ്റ് ആയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ശർക്കര ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ചില ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യിൽ ഈ തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2-3 സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടിയും പിന്നെ 2 നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്.
വെള്ളം വറ്റിയിട്ട് നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ടൊന്ന് വഴറ്റരുത്. അപ്പോൾ ഇത് ഹാർഡായിട്ട് വരും. കുറച്ച് വെള്ളത്തിൻ്റെ അംശത്തിൽ തന്നെ നമുക്കിത് ആക്കിയെടുക്കണം. കുറേ നേരം ഇട്ടിട്ട് വഴറ്റിയിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പൊടി ഇപ്പോൾ കുഴച്ചെടുക്കാനുള്ള പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. കയ്യിൽ വെള്ളം നനച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷമാണ് ബോൾസ് ആക്കി എടുക്കുന്നത്. ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ഏകദേശം എല്ലാതും ഒരേ വലിപ്പത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഓരോ ബോൾസ് എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഒരുപാട് കട്ടിയാവുകയും വേണ്ട, ഒരുപാട് കനം കുറയ്ക്കുകയും വേണ്ട. ആ ഒരു പാകത്തിൽ നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണാണ് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതൊന്ന് കവർ ചെയ്തിട്ട് പതുക്കെ ബോൾസ് ആക്കി എടുക്കാം. ഒരുപാട് ബലം പിടിക്കാണ്ട് നമുക്കത് ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെച്ചിട്ട് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഫില്ലിങ് വെച്ചിട്ട് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാതും നമുക്ക് ബോളാക്കി എടുക്കണം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൻ്റെ മുകളിൽ വെക്കുന്ന തട്ടിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ട ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റീമറിൽ ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. എല്ലാതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കത്തി കൊണ്ട് മുറിക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കത്തി കൊണ്ട് മുറിച്ചത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.